മഹിമയിൻ പ്രഭുവാ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവൻ, നീ മാത്രമേ എന്റെ കോട്ടയം, മാത്രമേ. ദൈവത്തിന്റെ സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മള് ശനിയാഴ്ച നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ദൈവം കാണിക്കുന്ന ഓരോ നന്മകളും എത്ര വലുതാണ്. ഓരോ ദിവസവും നമ്മളെ ദൈവം പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കിന്ന് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് അബിഗയിൽ ഞാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് പ്രാർത്ഥിച്ച്. ആമേൻ. സോ ഐ എം സോ ഹാപ്പി എന്നല്ലേ, ഞാൻ ആദ്യമായിട്ടില്ലേ, നേരത്തെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സോറി. ഓക്കെ. എനിവേ നന്നായിട്ടുണ്ട്. ഇങ്ങനെ പാസ്റ്റങ്ങളിൽ എന്ത് വന്ന സന്തോഷം, നിങ്ങൾ ആത്മീയമായി വളർന്നു വരുന്ന കാണുമ്പോൾ പാസ്റ്റങ്ങളിൽ സന്തോഷം. സോ പാസ്റ്റങ്ങളിൽ മാത്രമല്ല സന്തോഷം വരുന്നത്, ദൈവത്തിന് സന്തോഷം. ദൈവ സന്തോഷം തന്നാൽ എന്ത് ചെയ്യും? പേരൻസ് സന്തോഷമാണെങ്കിൽ എന്ത് ചെയ്യും? പേരൻസ് ഗിഫ്റ്റ് തരും. ഓക്കെ. ദൈവ സന്തോഷമാണെങ്കിൽ ദൈവത്തിന്റെ തരത്തിലുള്ള ഗിഫ്റ്റുകൾ ദൈവം നമുക്ക് തരും. സോ കീപ് ഗോയിങ്, ഗോഡ് വിൽ ബ്ലെസ് യു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് ഡെയ്സി സിസ്റ്ററും നിതുമോളും നമ്മുടെ മധ്യത്തിലുണ്ട്. വളരെ ഗിഫ്റ്റഡ് ആയി ചിൽഡ്രൻസിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസിയാണ്. അതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. കർത്താവിന്റെ ദാസനും അതുപോലെ ഒത്തിരി സുവിശേഷ താല്പര്യമുള്ളൊരു ദൈവ മനുഷ്യനാണ്. ട്രാക്ട് കൊടുക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ ഒത്തിരി താല്പര്യം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഡൽഹി വന്നപ്പോഴും ഇപ്പോഴൊക്കെ ആ ഒരു നല്ല ഫെലോഷിപ്പ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അതിനായി സ്തോത്രം. ഒത്തിരി സാക്ഷ്യമുള്ള ഒരു ഞാനും ചിന്തിച്ചു, നമുക്ക് ഇന്ന് ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് സമയം കർത്താവിന്റെ ദാസിക്ക് കൊടുക്കാമായിരുന്നു. കാര്യം മരണത്തിന്റെ വക്കിൽ നിന്നും ദൈവം വിളിച്ച് കൊണ്ടുവന്നത് അത് നമുക്കൊരു എൻകറേജ്മെന്റ് ആവും. ഞാൻ പറഞ്ഞു, ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടുമെങ്കിൽ ഞങ്ങളുടെ ആരാധനയിൽ വരിക, ഒരു സാക്ഷ്യം പറയുന്നത് ഞങ്ങളുടെ സഭയ്ക്കും അത് ഒരു നല്ലതായിരിക്കും. അതുപോലെ നീതുമോളെ പറ്റി പറയുവാണെങ്കിലും നിത്യമോളെ പറ്റി പറയുവാണെങ്കിലും വളരെ ടാലന്റഡ് ആയിട്ട മോളാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം വളരെ ടാലന്റഡ് ആണ്. അതിനെ ഞാൻ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുറെ കുഞ്ഞുങ്ങൾ വന്നിട്ടില്ല. ജോനാഥനും ജെയ്ഡനും അതുപോലെ തന്നെ നമ്മുടെ ശിവബ്രദറിന്റെ മക്കളൊക്കെ വന്നിട്ടില്ല. അവരൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. സോ നൈസ്. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം, ഇന്നലെ നമ്മൾ 2ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇന്ന് നമ്മൾ 3ാമത്തെ ചാപ്റ്ററിന്റെ വെളിപ്പാട് പുസ്തകം ചാപ്റ്റർ 3, റെവലേഷൻ ചാപ്റ്റർ 3 1 മുതൽ 6 വരെയുള്ള ഭാഗമാണ് ചിന്തിക്കാൻ പ്രതീക്ഷിക്കുന്നത്. എത്രത്തോളം തീർക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും പറ്റുന്നിടത്തോളം തീർത്താൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിന്റെ ഫസ്റ്റ് വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇവിടെ പറയുക, സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക. നമ്മളിവിടെ പഠിച്ചുകൊണ്ട് വന്നു, ഓരോ സഭയെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ട് വന്നു. ആക്ച്വലി വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് ഒറ്റ കാര്യമാ ഇതിനകത്ത് 3 കാര്യം നമുക്ക് പറയാൻ കഴിയും. ജീസസ് ഈസ് ഓൺ ദ ത്രോൺ. ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു. 2ാമത്തെ കാര്യം നമുക്ക് പറയാൻ കഴിയുന്നത്, എന്റെ യേശു മടങ്ങി വരും. ഓക്കെ. നമ്മൾ വെളിപ്പാട് പുസ്തകം വായിച്ചിട്ട് നമുക്കൊരു 3 വാക്കിൽ ഉത്തരം എഴുതാന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു സിംഹാസനത്തിൽ ഇരിക്കുന്നു, എന്റെ യേശു മടങ്ങി വരും. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് പറയാം, ആമേൻ, യേശു മടങ്ങി വരും മാത്രമല്ല നമ്മളെയും യേശുവിന്റെ കൂടെ കൊണ്ടുപോകും. ഓക്കെ. ഇതിൽ കൂടുതൽ അഷുറൻസ് എന്താ വേണ്ടേ? ആമേൻ. ഈ നമ്മൾ വിചാരിക്കും ഈ ഭൂമിയിൽ ഒത്തിരി സന്തോഷമാണ്, പക്ഷെ ആ നല്ല നാളുകളെ ഓർക്കുമ്പം ഒന്നുമല്ലാത്ത രീതിയിലേക്ക് നമ്മൾ വരുവാനിടയാവും. അതിന്റെ ഈ സർവീസ് എന്ന ഭാഗത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാനൊന്ന് കടക്കാൻ ശ്രമിക്കുകയാണ്. ഈ സർവീസ്
ഭയങ്കര എന്ത് സിറ്റിയാണെന്ന് അറിയാമോ? ഭയങ്കര വലിയൊരു സിറ്റിയും മാത്രമല്ല വളരെ വെൽത്തി ആയ ഒരു സിറ്റിയാണ്. നമ്മൾ പഠിച്ച ഓരോ സിറ്റികളും ഓരോ പ്രാധാന്യതയുള്ള സിറ്റികളാണ്. അപ്പൊ സർദീസ് സഭ നിൽക്കുന്ന ഈ പട്ടണം വളരെ വെൽത്തി ആയിട്ടുള്ളൊരു സഭയാണ്. കാരണം ആദ്യമായിട്ട് സ്വർണ്ണ നാണയവും സിൽവർ കോയിൻ ആൻഡ് ഗോൾഡൻ കോയിൻ ഇറക്കിയത് സർദീസുകാർ. സോ അവരുടെ വെൽത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി ഹൈലി റിച്ച് ആയ ഒരു സിറ്റിയാണ് സർദീസിന്റെ സഭ. അപ്പൊ നമുക്കറിയാം ഈ സർദീസിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ലിഡിയൻ കിങ്, അതായത് അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെയാണ്, ക്രോഷ്യസ് എന്ന് പറഞ്ഞ കിങ്, വളരെ ഫേമസ് ആ. ഹിസ്റ്റോറിയന്മാര് പോലും അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം വളരെ മോസ്റ്റ് ഫേമസ് ആയ ഹിസ്റ്റോറിയൻ വരെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമുക്കറിയാം വളരെ ഉന്നമത്തിൽ നിൽക്കുന്ന ഒരു രാജാവായിരുന്നു ആ സർദീസിലെ രാജാവ്. ഏത് സമയത്തായിരുന്നു? 560 BC to 546 BC. ഈ കാലഘട്ടത്തിൽ ആര് ഭരിച്ചിരുന്ന? ക്രോഷ്യസ് രാജാവ് ഭരിച്ചിരുന്നു. അങ്ങനെ അതിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സമയത്ത് ആരാണ്? ഹിസ്റ്റോറിയൻ ഹെറോഡോട്ടസ് ഹിസ്റ്റോറിയൻ ഇദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് സർദീസിനെ പറ്റി പറയുവാണെങ്കിൽ ഈ സർദീസിനെ ഒരു പ്രോഗ്രഷൻ ഉള്ള ചർച്ച അല്ല. നമ്മള് ഓരോ ചർച്ചിനും ഇങ്ങനെ ഡൗൺഫോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക. സർദീസിനെ പറ്റി പറയുവാണെങ്കിൽ ഇവർക്ക് ഇത്രമാത്രം റിച്ചൊക്കെ ആണെന്ന് പറഞ്ഞാലും അവര് താഴോട്ട് പോയി എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തവരെന്നറിയപ്പെടുന്ന ഒരു ചർച്ചാണ് സർദീസിലെ സഭ. അപ്പൊ എന്നാലും നമുക്കറിയാം കുറച്ച് റെമനന്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ കുറച്ച് ശേഷിപ്പുകൾ, വിശ്വാസത്തോടെ നിൽക്കുന്ന കുറച്ച് പേർ ആ സിറ്റിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സിറ്റിയെ പറ്റി പഠിക്കുമ്പോൾ ഈ സിറ്റി 3 സൈഡ് മൗണ്ടൻസ് ആയിട്ട് കവർ ചെയ്യുന്നൊരു സിറ്റിയാണ്. സോ അന്നത്തെ കാലത്ത് എങ്ങനെ അറ്റാക്ക് വരുന്നത്? അവർക്കൊന്നും വിമാനമോ അതുപോലെ യുദ്ധവിമാനങ്ങളൊന്നുമില്ല. നോ ഫൈറ്റർ ജെറ്റ് ഓർ എനിത്തിങ്. ഓക്കെ, നോ എയർഫോഴ്സ്. ഓൺലി ദേ ആർ കമ്മിങ് ബൈ ലാൻഡ്. ഓക്കെ, കുതിരകളിലും ആൾക്കാരുമാണ് യുദ്ധം ചെയ്യാൻ വരുന്നത്. അപ്പൊ 3 സൈഡ് മൗണ്ടൻ ആയിട്ടിരിക്കുമ്പോൾ എനിമീസിന് ഒരിക്കലും സർദീസ് പട്ടണത്തിലോട്ട് വരാൻ പറ്റത്തില്ല. സോ എന്താണെന്ന് അവർ ചെയ്യുന്നത്? അവർക്ക് ഫ്രണ്ടിൽ കൂടെ വരും. പക്ഷെ ഫ്രണ്ടിൽ അവരെന്ത് ചെയ്യുന്നു? വലിയൊരു കോട്ടവാതിൽ, കോട്ടവാതിൽ, ഫോർട്ട് ഗേറ്റ്, ഓക്കെ, ഭയങ്കര ശക്തിയോടുള്ള കോട്ടവാതിൽ കെട്ടിയിരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഫോർട്ട് കണ്ടിട്ടുണ്ടോ? ഫോർട്ട് രാജസ്ഥാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഇവിടെ ഡൽഹി ഫോർട്ട് ഉണ്ടാകാം. ഓക്കെ, അപ്പൊ ഭയങ്കര കോട്ടവാതിൽ വെച്ച് വളരെ ശക്തമായിട്ട് ബിൽഡ് ചെയ്ത ആ പട്ടണം. സോ സാധാരണപ്പെട്ട ഒരു ആർമിക്ക് അവിടേക്ക് കയറാൻ പറ്റത്തില്ല. സോ എന്താണെന്ന് അറിയാമോ? അവർക്ക് ആ ഒരു പ്രൈഡ് ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങളെ മറ്റുള്ളവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ അവരെന്ത് ചെയ്ത് അവരുടെ ആ ഒരു ഗവൺമെന്റ് വെച്ചിരുന്നു. ഇത് പഴയ നിയമത്തിൽ ഒരു പ്രൊഫറ്റിക്കൽ ബുക്ക് വായിക്കുമ്പോഴും ആ പ്രൈഡ് ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ പ്രൈഡ് ഉള്ള ഒരു ഗ്രൂപ്പ്? ഓക്കെ, പ്രൊഫറ്റിക്കൽ ബുക്ക് ഞാൻ പറയാം. ഒബദ്യാവ്. ഓക്കെ, ഒബദ്യാവ്, ബുക്ക് ഓഫ് ഒബദായ, പ്രൊഫറ്റിക്കൽ ബുക്ക് ഒബദായ വായിക്കുമ്പോൾ there is a community. ആ ഒബദയ പ്രവചിക്കുന്ന ആരോടെന്നറിയാമോ? ഈഡോമൈറ്റ്. ഈഡോമൈറ്റ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? ഈഡോമൈറ്റ് എന്ന് പറഞ്ഞാൽ ഇസഹാക്കിന്റെ 2 മക്കൾ. ഓക്കെ, ഇസഹാക്കിന്റെ 2 മക്കളുടെ പേര് പറയാൻ പറ്റുമോ? ഈസു ആൻഡ് ജേക്കബ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ജേക്കബിന്റെ മക്കളാണ് ഇസ്രായേൽ. സോ ഈസുവിന്റെ മക്കളാണ് ആരാന്നറിയാമോ? യശാവിന്റെ മക്കളാണ് ഈദോമൈറ്റ്. പഴയ നിയമത്തിൽ ഏറ്റവും ചെറിയ ബുക്ക് ഏതാണെന്നറിയാമോ? ഒബദ്യാവ്. ഓക്കെ, അപ്പൊ ആ ഒബദ്യാവ് എന്താണെന്നറിയാമോ? പറയുന്ന ദൂത് ആരാണെന്നറിയാമോ? ഈദോമൈറ്റ്. ഈദോമിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവര് താമസിക്കുന്നത് മലമുകളിലാണ്. ഞങ്ങൾ കുറച്ച് നാള് ഉദയ്പൂർ ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന സഞ്ജയ് പാർക്കിന്റെ അടുത്താണ് ഒരു സജൻഗഡ് എന്ന് പറഞ്ഞ സ്ഥലം. ആ ഏറ്റവും ഉയരമുള്ള ഒരു മൗണ്ടൻ. ഓക്കെ, എനിക്ക് ഇന്നും അതിശയം എങ്ങനെയാ സജൻഗഡ് പണിതെന്ന്. ഉദയ്പൂർ വന്നവർക്കറിയാം. അന്നത്തെ കാലത്ത് ആനയും കൊണ്ടൊക്കെ ഈ വലിയ വലിയ കല്ലുകളൊക്കെ പൊക്കിക്കൊണ്ട് വന്ന് അവിടെ മനോഹരമായ പാലസ്. അപ്പം കിങ് അറ്റാക്ക് ഒക്കെ വരുമ്പോ എവിടെ വരുമെന്ന് അറിയാമോ? സജൻഗട്ടി വരും. സജൻഗട്ടി വന്നാൽ അദ്ദേഹത്തിന് ഒരു 10 അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റർ ദൂരെ കാണാൻ പറ്റും. ഓക്കെ, എങ്ങനെ ആരെങ്കിലും വരുന്നോന്ന്.
അങ്ങനെ എളുപ്പമൊന്നും ആൾക്കാർക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. വളരെ സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം. ഇതുപോലെ ഇതമായിട്ട് എന്ന് പറഞ്ഞാൽ താമസിക്കുന്നത് മലയുടെ മുകളിലാണ്. ഓക്കെ, അപ്പൊ അവരുടെ ഉള്ളിൽ ഒരു പ്രൈഡ് ഉണ്ട്. ഇവൻ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഞങ്ങളെ പിടിച്ചടക്കാൻ പറ്റത്തില്ല. സോ അങ്ങനത്തെ പ്രൈഡ് ടൈറ്റാനിക് ഉണ്ടാക്കിയപ്പോ ഉള്ള പ്രൈഡ് ഉണ്ട്. ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഇത് തകരത്തില്ലെന്ന് പറഞ്ഞാൽ അവർ ഫസ്റ്റ് ട്രിപ്പ് പോയത്. പക്ഷെ എന്ത് സംഭവിച്ചു? പ്രൈഡിന്റെ റിസൾട്ട് എന്താണെന്നറിയാമോ? തകർച്ച. സോ ഈദോമൈറ്റിനും അതേ പ്രൈഡ് ഉണ്ടായിരുന്നു, ഞങ്ങളെ തകർക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഈദോമൈറ്റിൽ ഓബദ്യാവ് പറഞ്ഞു ദൈവം നിങ്ങളെ താഴെ ഇറക്കും. പിന്നെ അവർക്ക് പേര് പോലും ഇല്ലാത്ത സ്ഥലമാക്കി. ദൈവം ഒരാളെ അടിക്കാൻ തീരുമാനിച്ചാൽ നീ എത്ര ഉന്നമനത്തിൽ നിന്നാലും ദൈവത്തിന്റെ അടി കൊണ്ടേ പറ്റും. സ്തോത്രം. അപ്പൊ സർദീസിനെ പറ്റി പഠിക്കുകയാണെങ്കിലും സർദീസിന് ചുറ്റും 3 മലകളാ ചുറ്റപ്പെട്ട. 3 സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സർദീസിന് നേരെ വരുന്നതിന് അവർ അതെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ ശക്തമായ വാതിലുകൾ വെച്ച് അവരെ പ്രൊട്ടക്ട് ചെയ്തു. പക്ഷേ നിങ്ങൾക്കറിയാമോ, സൈറസ്, പേർഷ്യൻ കിങ്, ഓക്കെ, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ സൈറസിന്റെ മലയാളം എന്താണ്? കോരേഷ്. ഓക്കെ, സൈറസ് ഈ പട്ടണത്തെ എങ്ങനെങ്കിലും പിടിക്കണം. നമുക്കറിയാലോ, സൈറസ് പിടിച്ചടക്കിയപ്പോഴാണല്ലോ നമ്മുടെ ദേവാലയം പണിയാനൊക്കെ പെർമിഷൻ കൊടുത്തിട്ട് അവർ വന്നത്. ഓക്കെ, സോ ഈ കോരേഷ് എങ്ങനെങ്കിലും ഈ ഫോർട്ട് സിറ്റി അല്ലെങ്കിൽ ഈ സർദീസിനെ പിടിച്ചടക്കണമെന്ന് നിർബന്ധത്താൽ നിൽക്കുക. അപ്പൊ പെട്ടെന്ന് നടക്കാൻ പറ്റത്തില്ല. അപ്പം ഈ കോരേഷ് എന്ത് ചെയ്ത് തന്റെ പടയാളികളെ ഒക്കെ ഇങ്ങനെ ചുറ്റും വിട്ടു. അവരിങ്ങനെ ഒബ്സർവ് ചെയ്യാം. അവരിങ്ങനെ ഡെയിലി ഒബ്സർവ് ചെയ്യാം, മാസങ്ങൾ ഒബ്സർവ് ചെയ്യാം. നോക്കിയപ്പം അതിന്റെ ഇടയ്ക്ക് സെന്ററിൽ ഇരിക്കുന്ന ഒരു പടയാളി എന്ത് ചെയ്ത് പയ്യെ ഉറങ്ങി തൂങ്ങുന്നു. ഓക്കെ, നമ്മുടെയൊക്കെ സഭയിൽ നല്ല ആരാധന നടക്കുമ്പോ ചിലരിന്ന് പാസ്റ്ററിനെ ഇങ്ങനെ വിളിക്കും. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം നടന്നു, വലിയൊരു മീറ്റിംഗ് നടക്കുക, അവൻ വർഷിപ്പ് ലീഡർ ഉറങ്ങിപ്പോയി. നിങ്ങൾക്കറിയാമോ, അതും ഇതിനിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. പാസ്റ്റർ ഉറങ്ങുന്നത് ഈ നമ്മുടെ സഭയിലൊക്കെ വന്നാലേ ഈ പാസ്റ്റർമാർക്കൊക്കെ ഭയങ്കര അറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. ഓക്കെ, പാസ്റ്റർ ഉറങ്ങിയാൽ അതെന്താണെന്നറിയാമോ? ധ്യാനം. വിശ്വാസി ഉറങ്ങിയ അത് ഉറക്കം. ഇടയ്ക്ക് പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ പോകുമ്പോൾ അവരിങ്ങനെ ഉറങ്ങി ഉടനെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടോ? അറിയാൻ ഭയങ്കര അവർക്കറിയാം. നിൽക്കാൻ മാത്രമല്ല, വീണ ഉരുണ്ട് എഴുന്നേക്കാനും അറിയാം. ഓക്കെ, ഇത് ഉറങ്ങുന്നവരും നല്ലതാ സഭയിൽ, അല്ലേ? ആണോ? നിങ്ങൾ ആരും ഒന്നും മിണ്ടാത്ത എന്താ? ഉറങ്ങുന്നവര് നല്ലയാണോ സഭയില്? അല്ല. റിബേക്ക, ഉറങ്ങുന്നവര് നല്ലയാണോ സഭയില്? അല്ലയോ? ആണോ? യെസ് ഓർ നോ? Somebody is sleeping in the church is good or bad? Bad. Okay. What is your answer? Bad. Okay. പക്ഷേ സഭയിൽ ഉറങ്ങുന്നതും നല്ലതാണ്. എനിക്കറിയാം ചില കഥകളുണ്ട്. ഒരിക്കൽ ഒരു ദേശത്ത് ഭയങ്കര പ്രശ്നം. അപ്പം ഈ പറഞ്ഞോണം, ഈ ജനങ്ങളുടെ മിഡിൽ താമസിക്കുക ആൾക്കാര് മിഡിൽ താമസിക്കുമ്പം ഈ സഭയിൽ എന്നും ആരാധനയ്ക്ക് ഇവരെന്ത് ചെയ്യും? ഭയങ്കര ഉച്ചത്തിൽ ആരാധിക്കും. സോ താഴെ താമസിക്കുന്ന ആരെന്നറിയാമോ? നല്ല ഹൈ റാങ്ക് ഉള്ള ഒരു പോലീസാണ്. ഓക്കെ, സോ അദ്ദേഹം പോയി കംപ്ലൈന്റ് ചെയ്തു. അപ്പൊ ആ പോലീസായിട്ട് ജീപ്പൊക്കെ വന്ന് ഇങ്ങനെ ഇവരുടെ ആരാധന ഒബ്സർവ് ചെയ്യാൻ നോക്കിയപ്പോ, അവര് വെളിയിൽ നിന്ന് നോക്കിയപ്പോ, ഡോറ് തുറന്ന് നോക്കിയപ്പോ നല്ല ആരാധന നടക്കുന്നു. നിങ്ങൾക്കറിയാമോ, എല്ലാവരും കണ്ണടച്ചിരുന്ന് കരഞ്ഞ് തുള്ളി ചാടി ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷെ നിങ്ങൾക്കറിയാമോ, സെന്ററിൽ ഇരുന്ന് ഒരാൾ നല്ലതായിട്ട് ഉറങ്ങുന്നു. ഇദ്ദേഹം കംപ്ലൈന്റ് ചെയ്ത് എന്താണെന്ന് അറിയാമോ? 4 വീടിന് അപ്പുറത്തുള്ള ആള് കംപ്ലൈന്റ് ചെയ്ത് എന്താ? എനിക്ക് ഇവരുടെ ആരാധന നടക്കുന്നുണ്ട്, ഉറങ്ങാൻ പറ്റത്തില്ല. പോലീസ് വന്ന് കണ്ടപ്പോ, ഇവിടെ ആരാധന നടുക്കിരുന്ന ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റുമെങ്കിൽ 4 വീട് അപ്പുറമുള്ള ആൾക്ക് ഉറങ്ങിക്കൂടെ? അപ്പൊ നിങ്ങൾ ഉറങ്ങിയാലും ഒട്ടിയല്ലേ ഇവിടെ? അപ്പൊ ഉറങ്ങുന്നത് നല്ലയാ. ഉറക്കം മനുഷ്യന് വിട്ടാൻ വേണ്ടി എന്തൊക്കെ ആൾക്കാർ ചെയ്യുന്നല്ലേ? മരുന്ന് കഴിക്കുന്നവരുണ്ട്, എനിക്കത് സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുറങ്ങുന്നവരുണ്ട്. പക്ഷെ ദൈവം ഉറക്കം തരിക, അത് നല്ല കാര്യം അല്ലേ മക്കളെ? നല്ല കാര്യം. ഓക്കെ, കൊച്ചുവരെ എഗ്രി ചെയ്തു. ഇവിടെ പടയാളി ഇരുന്ന് ഉറങ്ങിപ്പോയി. പടയാളി എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. ഓക്കെ, പടയാളി മീൻസ് കാവൽക്കാരൻ, ഗാർഡ്. ഓക്കെ, ഗാർഡ് എന്ത് ചെയ്യണം എന്നറിയാമോ? ഏതെങ്കിലും ഗാർഡ് ഉറങ്ങിയ നിങ്ങൾ അവരെ അപ്പോയിന്റ് ചെയ്യുമോ നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ട്? ഓക്കെ, നമ്മൾ പറയും വേണ്ട. ഓക്കെ, അപ്പം ഗാർഡ് ഉറങ്ങിപ്പോയി. ഒരിക്കൽ ഞാൻ ഒത്തിരി എക്സാമ്പിൾ പറയാം, നിങ്ങളെ കൊണ്ട് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ഒരിക്കൽ നല്ലൊരു സൊസൈറ്റിയിൽ, ഓക്കെ, നല്ലൊരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ ഒരു വില്ലയില് ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്ത് നല്ല എഫിഷ്യന്റ് ആയ ഗാർഡിനെ വേണം. അതും അദ്ദേഹം നല്ലൊരു പാസ്റ്ററാണ്.
നല്ലൊരു പാസ്റ്ററിന്റെ വീട്ടിൽ ഭയങ്കര ഒരു ഗാർഡിനെ വേണം. അപ്പം എല്ലാവരും എടുത്ത് പെന്തക്കോസ്തുകാർ കാര്യങ്ങളൊക്കെ വന്നു. അപ്പം ഒരാളെ സെലക്ട് ചെയ്തിട്ട് അദ്ദേഹം രാത്രി ഗാർഡ് ചെയ്യാം. രാവിലെ എഴുന്നേറ്റപ്പം ഈ യജമാനൻ പോവാൻ നേരത്ത് വന്ന് പറഞ്ഞു, യജമാനനെ പോവരുത്, ഇന്നലെ രാത്രി ഞാനൊരു ദർശനം കണ്ടു. എന്താണ് ദർശനം? യജമാനൻ പോകുന്ന വഴി ആക്സിഡന്റ് ഉണ്ടാവും, മരിക്കും. സോ യജമാനൻ പോകരുതെന്ന്. ഓക്കെ, അദ്ദേഹം എഗ്രി ചെയ്തു, ഞാൻ പോകുന്നില്ല. ഞാൻ അതിന് പകരം വേറെ ആളെ വിട്ടു, അദ്ദേഹം മരിച്ചു. ഓക്കെ, സോ ഭയങ്കര അത്ഭുതം. ഇത്രയും ആൾക്കാരൊക്കെ ഇത്രയും പ്രാർത്ഥിക്കുന്നവരും അതുപോലെ ദർശനം കാണുന്നവരൊക്കെ ഉണ്ടല്ലോ. പക്ഷേ അടുത്ത ദിവസം ഈ യജമാനൻ ഈ വർക്കറിനെ എന്ത് ചെയ്ത് പിരിച്ചുവിട്ടു, സസ്പെൻഡ് ചെയ്തു. വൈ? എന്താണെന്ന് അറിയാമോ? ഗാർഡിനെ എന്തിനാ ഏൽപ്പിച്ചേക്കുന്നേ? ഗാർഡിയെ ഇദ്ദേഹം ഉറങ്ങിയപ്പോഴല്ലേ സ്വപ്നം കണ്ടത്. സോ ഗാർഡിന്റെ ജോലിയിൽ ആള് ഫെയ്ത്ത്ഫുൾ അല്ല, പക്ഷെ യു വാസ് എ സ്പിരിച്വൽ മാൻ. പക്ഷെ ഗാർഡായിട്ട് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പിരിച്ചുവിട്ടു. അതുകൊണ്ട് ചർച്ചയിൽ ഇരുന്ന് ഉറങ്ങരുത്. ഈ പടയാളി എന്ത് ചെയ്ത്? ഉറങ്ങി. അപ്പൊ ഉറങ്ങിയ വഴിക്ക് എന്ത് ചെയ്തെന്ന് അറിയാമോ? കോരേഷിന്റെ പടയാളി ശ്രദ്ധിക്കുക, പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഹെൽമെറ്റ് താഴെ വീണു. ഗേറ്റ് ഭയങ്കരമായിട്ട് പൊട്ടിയപ്പോ ഒരു വഴിക്കും ഇറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ അന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ അടുത്ത ദിവസം നോക്കിയപ്പോ ഈ സെയിം പടയാളി അവരുടെ ഈ ദൂരദർശന ദർശിനിയൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് ഇങ്ങനെ ബൈനോക്കുലറൊക്കെ അല്ലെങ്കിൽ എന്താ പറയാ ഈ ദൂരത്തിന്റെ അടുത്ത് കാണുന്ന ആ എക്വിപ്മെന്റ് ഒക്കെ വെച്ച് നോക്കിയപ്പം ഈ സെയിം പടയാളി പിന്നെയും അതേ ഹെൽമെറ്റ് വെക്കുന്നു. അപ്പൊ ഈ താഴെ പോയ ഇത് എങ്ങനെ എടുത്തു? അപ്പൊ ഇവര് അതിനകത്ത് കയറാൻ ഒരു വഴിയുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ച് എന്ത് ചെയ്തെന്നറിയാമോ? ഫ്യൂച്ചറിൽ ഇവിടെ നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, ആ ഹിസ്റ്ററി വായിക്കുമ്പോൾ അറിയാം, ആ രാജാവിനെ 560 കഴിഞ്ഞ് ഫ്യൂച്ചറിൽ എന്ത് ചെയ്തെന്നറിയാമോ? അവർ കീഴടക്കി. എന്നതറിയാമോ? ഈ ചെറിയ ഒരു ഉറക്കത്തിന്റെ കാരണം കൊണ്ട് ആ വഴി അവർ കണ്ടുപിടിച്ചു. ആര് കണ്ടുപിടിച്ചു? കോരേഷ് കണ്ടുപിടിച്ചു. സോ നമ്മൾ അങ്ങനെ പഠിക്കുമ്പോൾ ഈ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഈ എന്താ പറയാ ഈ കോരേഷ് വന്നവരെ അടക്കി അടിച്ചു മാറി അവരെ പിടിച്ചടക്കിയൊക്കെ നമുക്കറിയാം. ഓക്കെ, പിന്നെ നമ്മൾ ഫ്യൂച്ചർ താഴോട്ട് വരുമ്പോൾ നമുക്കറിയാം, സർദീസിന്റെ നമുക്കറിയാം വലിയ വാളുണ്ടെങ്കിലും ദൈവത്തിന്റെ ഒരു സംരക്ഷണം അവിടെ ഇല്ലായിരുന്നു. നമുക്കറിയാം ദൈവം ആഗ്രഹിക്കുന്ന നമ്മളെ കുറിച്ച് എന്താണെന്ന് അറിയാമോ? നമ്മുടെ പ്രൊട്ടക്ഷനെ കാട്ടി അപ്പുറം, നമ്മുടെ കംഫർട്ടബിലിറ്റിയെ കാട്ടി അപ്പുറം നമ്മുടെ ക്യാരക്ടർ. അങ്ങനല്ലേ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? എന്റെ കംഫർട്ടബിലിറ്റി, എന്റെ സൗകര്യം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? എന്നിൽ നിന്ന് പുറത്തു വരുന്ന ക്യാരക്ടർ. നമ്മൾ മുമ്പ് ഒരു സഭയെ പറ്റി പറഞ്ഞു, പെർഫെക്റ്റ് ചർച്ച്. ഏതായിരുന്നു ആ പെർഫെക്റ്റ് ചർച്ച്? അവൻ മുൻപ് പഠിച്ചൊരു ചർച്ച്, പെർഫെക്റ്റ് ചർച്ച് സ്മിർന. ഓക്കെ, നമ്മൾ എഫെസ്യസ് ചർച്ചിനെ പറ്റി പറഞ്ഞു. എഫെസ്യസ് ചർച്ചിന് ഒരു കുറവുണ്ട്. എന്തായിരുന്നു? ഫസ്റ്റ് ലവ് കുറഞ്ഞിരുന്നു. സെക്കൻഡ് സ്മിർന ചർച്ചിനെ പറ്റി പഠിച്ചു. സ്മിർന ചർച്ചിന്റെ പ്രത്യേകത എന്താ? പെർസിക്യൂട്ടഡ് ചർച്ച് ആയതുകൊണ്ട് അവർ തികവുള്ള പെർഫെക്റ്റ് ചർച്ചായി മാറി. അതിന് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ആരായിരുന്നു? അടുത്ത ചർച്ചിന്റെ പേരാണ് പെർഗമസ് ചർച്ച്, അല്ലെ? ആ പെർഗമസ് ചർച്ചിന്റെ കാര്യം എന്താണ്? അവർ ഒത്തിരി ഫിനാൻഷ്യലി ബ്ലെസ്ഡ് ആയതുകൊണ്ട് ദൈവത്തെ മറന്ന ഒരു സഭ. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച സഭയാണ് തുയതൈര. തുയതൈര എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ്. അവർ കോംപ്രമൈസ് ചെയ്യുന്ന ചർച്ച. ചില കാര്യങ്ങളിലൊക്കെ ഓക്കെ ചർച്ച. പ്രാർത്ഥനയ്ക്ക് വന്നെങ്കിൽ വന്ന, ഇല്ലെങ്കിൽ ഇല്ല. ആരാധിച്ചില്ല എങ്കിൽ പ്രാർത്ഥന എടുത്തെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ കോംപ്രമൈസ് ചർച്ച്. കോംപ്രമൈസ് എന്ത് ചെയ്തു? അവരെ തകർച്ചയിലേക്ക് ലീഡ് ചെയ്തു. അടുത്ത സഭയെ പറ്റി നമ്മൾ പഠിക്കുകയാണ്. എന്താണ്? സർദീസ്. സർദീസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ചർച്ച്, ജീവനില്ലാത്ത സഭ. നിങ്ങൾക്കറിയാലോ, ദൈവം നമ്മുടെ സമയം ഓടിക്കൊണ്ടിരിക്കുക. ഈ 7 സഭകളോട് ദൂതറിയിക്കുമ്പോൾ ആദ്യത്തെ സഭ പറയും നിന്റെ സ്നേഹം കുറഞ്ഞു. ഈ ഓരോ സഭയെ പറ്റി പറയും കീപ്പോട്ട് പോവുകയാണ്. അവസാനം വന്നപ്പോൾ പറയും, സർദീസിന്റെ കാര്യം വന്നപ്പോൾ പറയാം ജീവനില്ലാത്ത ചർച്ച. അതിന്റെ ഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. അതിന്റെ 1ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. നിങ്ങൾക്കറിയാലോ, ആദ്യത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു എന്താണ് 7 ആത്മാവ് 7 നക്ഷത്രം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അടുത്ത വായിച്ചാൽ. അവന് പേരുണ്ട്, ജീവനുള്ളവൻ എന്ന പേര്. പക്ഷേ അവനെ യഥാർത്ഥമായിട്ട് നോക്കിയാൽ
അവന്റെ ആറ്റിറ്റ്യൂഡ്, അവന്റെ ക്യാരക്ടറിൽ എന്താ വരുന്നതെന്ന് അറിയാമോ? അവൻ മരിച്ചവനാണ്. അപ്പം ഈ പേരെന്ന് പറഞ്ഞ ഗ്രീക്ക് പദം ഏതാണോ ഉപയോഗിച്ച്? ഒനേമ. അതേ ഒരേ പേര് തന്നെ ഡിനോമിനേഷൻ നമ്മൾ എപ്പോഴും കാണുമ്പോൾ പറയില്ല, നീ ഏത് ഡിനോമിനേഷനാ? ഓക്കെ, അതേ ഒനേമ തന്നെ യൂസ് ചെയ്യുന്ന ഡിനോമിനേഷൻസ്. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാകാൻ കഴിയും. ആ ഒനേമ തന്നെ ഇങ്ങനെ ഒത്തിരി പേര് പറയും. ഞങ്ങൾ പലപ്പോഴും പലരോട് സംസാരിക്കും, ഇങ്ങനെ പറയും. ഞാൻ എക്സ്പെഷ്യലി ഞങ്ങളുടെ തൃക്കണ്ണമംഗൽ ചർച്ച്, ഓക്കെ, തൃക്കണ്ണമംഗൽ ചർച്ചിൽ ആരും പരിചയക്കാരില്ലല്ലോ. ഓക്കെ, അങ്ങനെ നമ്മൾ പോയി പറയരുത്. ഓക്കെ, അവര് പറയുന്ന ഒരു ഇത്, ഞാൻ ക്രിസ്തുവിൽ 4ാം തലമുറയാണ്. ഓക്കെ, ആ പറയുന്നതിന്റെ ഒരു പ്രൈഡ് ഉണ്ട് കേട്ടോ. ദൈവത്തിൽ 4ാം തലമുറയാണ് നാം പറയുന്ന ഒരു ഭയങ്കര അല്ലെങ്കിൽ ചിലർ പറയും ഞങ്ങളുടെ സഭ ഇന്നതാ, ഞങ്ങളുടെ ചർച്ച ഇന്നതാ. അപ്പൊ ഇതിന്റെയൊക്കെ അപ്പുറം ഓക്കെ ആ പേര് അവർ പ്രശംസിക്കുന്നു. പക്ഷേ ഇവിടെ പറയാ, നിനക്ക് ജീവൻ ഉണ്ടെന്ന പേരുണ്ടെങ്കിലും നീ ആരാ? മരിച്ചവനാ എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ല. ആമേൻ. ജീവനുണ്ടെന്ന് പേരുണ്ട്, പക്ഷെ എന്ത് ചെയ്താ? പ്രയോജനമില്ല. അങ്ങനെ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ അമ്മമാരൊക്കെ കുക്ക് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ പ്രഷർ കുക്കർ ഉണ്ടോ? റൈസ് കുക്കർ. ഓക്കെ, റൈസ് കുക്കറിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? പരസ്യം പണ്ട് കാലത്തുണ്ട്, അമ്മയെ ചൂടാറും ഇല്ലമ്മേ എന്ന് പറഞ്ഞൊരു പരസ്യമുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം. അപ്പൊ അമ്മമാര് കുക്ക് ചെയ്യും ചാക്സൺ പ്രഷർ കുക്കറിനകത്ത്. ഓക്കെ, പ്രഷർ കുക്കറിനകത്ത് കുക്ക് ചെയ്തിട്ട് കുറച്ച് ചൂടായിട്ട് എന്ത് ചെയ്യും? അതങ്ങ് അടച്ചു വെക്കും. എന്ന് പറഞ്ഞാൽ ആ സ്റ്റീമിലിരുന്ന് അതങ്ങ് വെന്തോളും. തീ വേണമെന്നില്ല. അപ്പം പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ജീവിതം അങ്ങനെ, പണ്ടങ്ങോ കിട്ടിയ ഒരു തീയ, പിന്നെ ഈ കൂട്ടത്തിൽ അങ്ങിരുന്ന് വെന്തു പോവുക. പണ്ടങ്ങോ പ്രാപിച്ചൊരു അഭിഷേകമാ, പക്ഷെ അവൻ പേരേ ഉള്ളൂ. പണ്ട് ഒരു പാസ്റ്റർ ഒരു അനോയിന്റിങ് സർവീസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ഒരു കാരണവശാലും ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഈ അഭിഷേകം കിട്ടുന്നില്ല. ഏറ്റവും അവസാനം സഹോദരിയോട് വിളിച്ചു, നിന്റെ കൂടെ ആരാ വന്നേന്ന് പറഞ്ഞു. ഓക്കെ, അവള് പറഞ്ഞു ഷീബ മാമ. എന്നാ നീ അത് പറഞ്ഞാല് കൂടെ ആരാടാ? ഷീബ മാമ. ഓക്കെ, അങ്ങനെയും ചരിത്രങ്ങളുണ്ട്. ഓക്കെ, സി പേരുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇന്നത്തെ 90% അന്യഭാഷയും ജനുവനല്ല. കഴിഞ്ഞ ഗ്രാമങ്ങളിൽ, അത് രാജസ്ഥാന്റെ ഗ്രാമങ്ങളിൽ ഞങ്ങൾ പലയിടത്തും പോയപ്പോ ചർച്ചിന്റെ ഫ്രണ്ടിൽ നന്നായിട്ട് അന്യഭാഷയിൽ ആരാധിക്കുക. പക്ഷെ എന്തോ റോങ് തോന്നി. അവൻ അറിയാതെ കൈ ഒന്ന് കൊണ്ടുവച്ചപ്പോഴത്തേന് ഇളകി, ഭൂതം ഇളകി. അപ്പം ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് നമുക്ക് അറിയാൻ പറ്റാം. ചിലർക്ക് പേര് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇന്ന് ഞാൻ പറഞ്ഞാല് ഓക്കെ, ചിലതിന്റെയൊക്കെ ആ തീ കെട്ടുപോയി, എന്നാലും ആ ചൂടിൽ അങ്ങ് നടക്കുക. ഞങ്ങള് ഈ പറഞ്ഞ കൊച്ചിയിലെ പവർ കട്ടുണ്ട്. അന്ന് മണ്ണെണ്ണ വിളക്ക്, മണ്ണെണ്ണ എമർജൻസി ഒക്കെ വരുന്ന സമയം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നു പറയുമ്പോൾ മണ്ണെണ്ണ വിളക്ക് വെളി കൊണ്ടുവെക്കും. കാരണം ഈ കീടകൾ ഇൻസെക്ട്സ് അകത്ത് വരുന്നുണ്ട്, എന്ത് ചെയ്യുന്നു? വെളി കൊണ്ടുവെക്കും. അപ്പൊ ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ കുറച്ച് കമ്പ് ഒക്കെ എടുത്ത് തീ കത്തിക്കും. കറണ്ട് ഇല്ലല്ലോ. സോ തീ കത്തിച്ചിട്ട് ആ കണ്ണിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുമ്പോ അറിയാമോ, നിങ്ങൾക്ക് അറിയാമോ, അത് പെട്ടെന്ന് റൗണ്ട് ഷേപ്പ് കാണും. ഓക്കെ, ഇന്ന് വീട്ടിൽ പോയി ആരും ട്രൈ ചെയ്യരുത്. അവൻ റൗണ്ട് ഷേപ്പ് കാണും. നമ്മുടെ ആ കണ്ണിന്റെ ആ ഒരു ഇതാ അപ്പൊ റൗണ്ട് ഷേപ്പ് കാണും. ആ ഒരു പലപ്പോഴും നമ്മൾ ആ ഒരു ചിന്തയാ അത് വരുന്ന ആ ഒരു സ്ലോ ഒരു വിഷനാണ് നമുക്കുള്ളത്. ഞാൻ അതിനെ ഒരു ഉദാഹരണം പറയാം. നമുക്കറിയാമോ, ഏകദേശം നോർത്ത് സ്റ്റാർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോർത്ത് സ്റ്റാർ. ഓക്കെ, നോർത്ത് സ്റ്റാർ ഏകദേശം ഇന്ത്യയിൽ എർത്തിൽ നിന്ന് ഏകദേശം 33 വർഷം കഴിഞ്ഞിട്ട്, അതായത് ഇവിടെ ഇപ്പൊ നോക്കിയാൽ 33 വർഷം മുൻപുള്ള നോർത്ത് സ്റ്റാറിനെയാ നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ആ നോർത്ത് സ്റ്റാർ ഇന്ന് മാറിയാൽ അവൻ ഏകദേശം 33 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ നോർത്ത് സ്റ്റാറിനെ കാണാൻ കഴിയും. നമ്മൾ എന്താ വിചാരിക്കുന്നേ? നോർത്ത് സ്റ്റാർ അവിടെ ഉണ്ടെന്നാണോ? നോർത്ത് സ്റ്റാർ മാറി, പക്ഷെ അത്രയും ലൈറ്റ് ഇയർ ദൂരം ലൈറ്റ് സഞ്ചരിച്ച് ഇവിടെ വരുമ്പോഴത്തേനുള്ള കാഴ്ച നമുക്ക് എന്ത് ചെയ്യും? പയ്യെ കാണാൻ പറ്റും. സോ പലപ്പോഴും നമ്മുടെ വിശ്വാസവും അങ്ങനെ പണ്ടെങ്ങോ പ്രാപിച്ച ഒരു കൃപ. സതീശന് നിനക്ക് പേരുണ്ട് വിശ്വാസിയാ, പക്ഷേ പ്രയോജനമില്ല, നീ മരിച്ചവനാ. ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാം, നീ
മരിച്ചവനാ, നിനക്ക് ജീവനില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അവർ കൊണ്ടുവരികയാണ്. അപ്പൊ ഞാനൊരു കാര്യം പറയാം. സർദീസിനെ പറ്റി പഠിക്കുമ്പോൾ സർദീസിന് നമ്മുടെ സെക്കൻഡ് ചർച്ച് എന്തായിരുന്നു, സ്മിർനെ പറ്റി പഠിക്കുമ്പോൾ പേഴ്സിക്യൂഷൻ ആണ് ഇവരെ ജീവനുള്ളവരായി നിർത്തിയത്. ഓക്കെ, പക്ഷേ ഇവിടെ സർദീസിന് വരുമ്പോൾ ലാവിഷ്, ഗോൾഡിന് ഗോൾഡ്, സിൽവറിന് സിൽവർ, എവറിത്തിങ്. അപ്പൊ പേഴ്സിക്യൂഷൻ ഇല്ലാത്തപ്പോ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ദൈവത്തെ മറന്നു പോകുന്ന ഒരു സമയം. ഓർത്തോണം, കുത്തൽ കിട്ടുന്നുണ്ടെങ്കിൽ ഓർത്തോണം നിന്നിൽ എന്തെങ്കിലും ഉണ്ട്. ഞാൻ പലപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൗൺസിൽ ചെയ്യുമ്പോഴേ, ബൈബിൾ കോളേജ് ആണല്ലോ, ഒത്തിരി കൗൺസിലിംഗ് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറയും, എന്താ മോനെ നിനക്ക് ഇത്ര പ്രശ്നം? എനിക്ക് ഭയങ്കര പ്രശ്നമെന്ന് പറയും. ഓക്കെ, അപ്പൊ ഞാൻ പറയും, മോനെ 2 മാവുണ്ട്, ആ ഒരു മാവിൽ ഫുള്ള് മാങ്ങ. ഓക്കെ, ഒരു മാവിൽ മാങ്ങേ ഇല്ല. നിങ്ങൾ ഏതിനകത്താ കല്ലെറിയുന്നേ? ഞങ്ങൾ കല്ലെറിയാറില്ല, ഞങ്ങൾ ഡീസന്റ് സ്റ്റുഡൻസ് ആണോ? നമ്മൾ മാവുള്ള മാങ്ങയിലല്ലേ കല്ലെറിയും, അല്ലേ? മാവിലല്ലേ കല്ലെറിയും. കാരണം എന്താ? അതിനകത്ത് ഫലമുണ്ട്. കുത്തല് കിട്ടുന്നെങ്കിൽ ഓർത്തോണം നിന്നിൽ ചിലതുണ്ട്. സ്തോത്രം. ഓർത്തോണേ. സർദീസിനെ പറ്റി പഠിക്കുമ്പോൾ ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ല. സോ ദേ ആർ ഹാപ്പി. ഞാനൊന്ന് ചിന്തിച്ചോട്ടെ, നമ്മുടെ ഇന്നത്തെ വിശ്വാസം പല ചർച്ചിലും വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. നമ്മള് സുവിശേഷം അറിയിക്കാറില്ല. എനിക്ക് എന്റെ കാര്യം, നിനക്ക് എന്റെ കാര്യം, നമ്മുടെ കാര്യം. അതുകൊണ്ട് എന്ത് ചെയ്ത് ഒരു പ്രശ്നവും ഇല്ല. പ്രശ്നം വരണമെങ്കിൽ എവിടെ വേണം? ശത്രുവിനെ അവന്റെ കോട്ടയിൽ പോയി ഒന്ന് തൊട്ടു നോക്കണം. എന്നാ എന്ത് ചെയ്യും? പ്രശ്നം. ഈ കടന്ന് കൂട്ടി കല്ലെറിഞ്ഞാലേ പ്രശ്നം ഉള്ളെന്ന് പറഞ്ഞ പോലെ നിന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്താൻ തുടങ്ങിയാൽ, നിന്റെ ആരാധന സ്വർഗത്തിൽ എത്താൻ തുടങ്ങിയ ഓരോ പ്രശ്നങ്ങൾ ഇട്ട് വരും. പക്ഷേ ദൈവത്തിന്റെ സംരക്ഷണം അതിനകത്ത് വെളിപ്പെടും. ഞാൻ പെട്ടെന്ന് പോകട്ടെ. നമുക്ക് ഇവിടെ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം. അതിന്റെ താഴോട്ട് വായിച്ചാട്ടോ. ഒന്നാമത്തെ കാര്യം 3-ന്റെ 2-ാമത്തെ വാക്യം, ഉണർന്നു കൊള്ളുക. നീ ഇവിടെ പറയുന്നത് ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. പേര് മാത്രമുള്ള ചർച്ച്. രണ്ടാമത്തത് അവനോട് പറയുന്ന ഒരു എൻകറേജ്മെന്റ്. എന്താ യേശു ക്രിസ്തു അവനോട് പറയുന്നത്? ഉണർന്നുകൊള്ള. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു, ഓരോ ദൂതും അത് അന്നത്തെ കാലത്തുള്ള ദൂതാണെങ്കിലും ഇത് ഓരോ പ്രൊഫറ്റിക്കൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇന്ന് വായിക്കുമ്പോഴും ഈ ദൂത് പ്രവചന പുസ്തകമാണ്. ഓക്കെ, സോ പുതിയ നിയമത്തിലെ ഒറ്റ പ്രവചന പുസ്തകം ഏതാ? റെവലേഷൻ. ഓക്കെ, പഴയ നിയമത്തിലെ പ്രവചനം പറയണമെങ്കിൽ ഒത്തിരി ബുക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ പുതിയ നിയമത്തിൽ ഒറ്റ ഉള്ളൂ, അതുകൊണ്ട് എളുപ്പം. അതുകൊണ്ട് ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകം നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ നമ്മൾ പഠിച്ചതിന്റെ ഒന്നാമത്തെ കാര്യം ഉണർന്നുകൊള്ളുക. അപ്പൊ എഫീഷ്യൻസ് 5:14 അവിടെ ഇങ്ങനെ നടക്കുന്നു, ഉണർന്നുകൊള്ളുക, മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കുക. ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഉറക്കം എല്ലാവർക്കും വരും, പക്ഷേ ഉറങ്ങിയാൽ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യണം? ഉണരണം. ഓക്കെ, അതാ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഓക്കെ, നമ്മൾ എന്താ ഇവിടെ പറയുന്നത്? ഈ 549 സൈറസ് ഈ AD അല്ലെങ്കിൽ ആ വർഷത്തിൽ സൈറസ് നമ്മളെ പിടിച്ചു, അല്ലെങ്കിൽ ഈ ദേശത്തെ പിടിച്ചടക്കി. അപ്പം എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ വിഷയങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞല്ലോ. അതിനുശേഷവും ഇവർ പഠിച്ചില്ലെന്ന് പറഞ്ഞാൽ 214 ആയപ്പോ പിന്നെയും ഇങ്ങനെ സംഭവിച്ചു. വേറൊരു രാജ്യം വന്ന് ഇതുപോലെ സംഭവിച്ചു. ഇവർ ഹിസ്റ്ററിയിലൊന്നും പഠിച്ചില്ല, ഇങ്ങനെ കണ്ടുപിടിച്ചു പോയത്. അപ്പൊ ഞാൻ പറയട്ടെ, ഉണർന്നുകൊള്ളുക. അപ്പൊ ഇന്നത്തെ സഭയിലുള്ളൊരു ദൂതായത്, അന്നത്തെ സർദീസിലുള്ള ദൂതാണെങ്കിലും ഇന്നത്തെ സഭയിലൊരു ദൂത. ഞാന് നിങ്ങളോട് ഒരു കേരളത്തിൽ, അതായത് 918-17 നടന്ന ഒരു അനുഭവം പറയാം. കുക്ക് സാഹിബ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കുക്ക് സാഹിബ് ഇന്ത്യയിൽ വന്നു 1917. ഓക്കെ, 1970. ഞാൻ പിന്നെ ചോദിക്കില്ല കേട്ടോ, എന്നാ കുക്ക് സാഹിബ് ഇന്ത്യയിൽ വന്നേ? 1970. ഓക്കെ, 1917 കുക്ക് സാഹിബ് ഇന്ത്യ വന്നിട്ട് നിങ്ങൾക്കറിയാമോ തൂവര ജംഗ്ഷൻ? തൂവര അറിയാമോ? അടൂര് തൂവര് ഇല്ല? അടൂര് അറിയാമോ? ഇല്ല. ഓക്കെ, അടൂര് തൂവരിലുള്ള സ്ഥലത്ത് എന്ത് ചെയ്തെന്ന് അറിയാമോ? സുവിശേഷം അറിയിച്ചു. ഇതിനുശേഷം ഭയങ്കര ഉണർവ് സംഭവിച്ചു.
ഓക്കെ, ഭയങ്കര ഉണർവ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ പിടിച്ചടക്കാൻ വയ്യാത്ത വലിയ സാന്നിധ്യം അവിടെ ഇറങ്ങി. ജനങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ഓടി വരുന്നു, ജാതികളെല്ലാം സഭയിലേക്ക് ആ ഘോരഷെഡിലേക്ക് ഓടി വരുന്നു, പ്രാർത്ഥന നടന്നു. എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് അറിയാമോ? 17 തന്നെ ബാംഗ്ലൂരിൽ പോയി. ആരാ? കുക്കു സാഹിബ് ബാംഗ്ലൂരിൽ പോയിട്ട് ഇദ്ദേഹം അറിഞ്ഞു ഈ ഉണർവ് കണ്ടിന്യൂ ചെയ്യും. ഇത് അറിഞ്ഞപ്പം 1918 അതായത് 1980 ആര് പ്ലാൻ ചെയ്ത് കുക്ക് സാഹിബ് തിരിച്ചു വരാൻ. പക്ഷെ ഇത് അറിഞ്ഞപ്പോ കുക്ക് സാഹിബ് പെട്ടെന്ന് ഓടി വന്നപ്പോ എന്താ സംഭവിക്കുന്ന അറിയാമോ? ഓല മേഞ്ഞ കുടിലിനകത്ത് ദൈവ സാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കാം. ഘനമാകുന്ന ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ 25 പേര് സ്നാനപ്പെടുന്നു, 25 മേളി പേര് അന്യഭാഷ പ്രാപിക്കുന്നു. അന്യഭാഷ മാത്രമല്ല, വ്യാഖ്യാനം, ഇന്റർപ്രിട്ടേഷൻ, അത് മാത്രമല്ല പലവിധമായ ഭാഷയിൽ കൂടെ സംസാരിക്കുന്നു. ഭയങ്കര ഉണർവ് നടക്കുക. അപ്പൊ നിങ്ങൾക്കറിയാമല്ലോ, അവിടെ ഇങ്ങനെ ഉണർവ് നടന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം ഈ പറഞ്ഞോണം ആത്മാവിന്റെ ഒരു മാരി അവിടെ വെളിപ്പെടുക, ആത്മശക്തിയുടെ ഒരു പ്രവാഹം. ഈ ഉണർവ് പട്ടെന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നടന്ന ഉണർവാ ഞാൻ പറഞ്ഞത്. ഉണർവ് ആ സഭയുടെ ആരംഭം, ആദ്യത്തെ കേരളത്തിന്റെ സഭയുടെ ആരംഭം പറയുക. ഭയങ്കര ഉണർവ്, ആൾക്കാരെല്ലാം ഓടി വരികയാ. ചിലര് സൗഖ്യമാകുന്നു, ചിലര് കൃപാവരങ്ങൾ പറയുന്നു, ശക്തിയുടെ പ്രവാഹം, മഹത്വത്തിന്റെ വേലിയേറ്റം. അങ്ങനെ ആ ബുക്ക് എഴുതിയപ്പോ ഇങ്ങനെ അതിന്റെ ആ ടേംസ് ഇങ്ങനെ ഞാൻ അതുപോലെ എഴുതി വെച്ചേക്കും. ശക്തിയുടെ പ്രവാഹവും മഹത്വത്തിന്റെ വേലിയേറ്റം, സമ്പൂർണ്ണ സ്നേഹത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെ ഒരു ഓവർഫ്ലോ. എപ്പോഴാണ് നടന്നതെന്ന് അറിയാമോ? 1970. സോ എന്ത് ചെയ്തെന്ന് അറിയാമോ? ആ മീറ്റിംഗിന്റെ അവസാനം അയൽ ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ആ കുടിലേക്ക് കയറി. സഭയുടെ വളർച്ചയാ പറയുന്നേ, ആദ്യത്തെ സഭയുടെ വളർച്ച കേരളത്തിൽ. അയൽ ഗ്രാമത്തിൽ നിന്ന് പോലും ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് ദൈവ സാന്നിധ്യം തേടി വന്നു. നമ്മൾക്ക് ഈ ദ്വാരക പട്ടണത്തിലെ അത് യഥാർത്ഥമായി ദൈവ സാന്നിധ്യം വ്യാപരിച്ചാൽ എങ്ങും പോണ്ട, ജനം ഇടിച്ചു കയറും. ആമേൻ. എങ്ങും പോണ്ട, ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടാലുണ്ടല്ലോ നമ്മുടെ സഭകളൊക്കെ വരും. ഒറ്റ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ആമേൻ. ഉണർവ് നടന്നാണ്. സ്വന്തമായിട്ട് ചർച്ച ഉണ്ടോ? നോ, ഒന്നുമില്ല. ഉണർവ് നടന്നപ്പം 1917 ഉണർവ് നടന്നപ്പോൾ 1918 ചർച്ചയായി. നിങ്ങൾക്കറിയാമോ, അവിടെ ആളുകളൊക്കെ ഇങ്ങനെ കടന്നു കയറുകയാണ്. ആ കടന്നു കയറുന്നതിന്റെ 1919 കേട്ടോ ചർച്ചയായ എത്ര 40 അടിയും 20 അടിയും ഉയർന്ന ഫസ്റ്റ് കേരളത്തിലെ ചർച്ച വെളിപ്പെട്ടു. ആരും സ്നാനപ്പെടാൻ നിർബന്ധിച്ചില്ല. ആത്മാവിന്റെ സാന്നിധ്യം ഒന്ന് വെളിപ്പെട്ടപ്പോണ്ടല്ലോ ജനങ്ങൾ ഓടി വന്ന് ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോണം, നിത്യതയ്ക്ക് അവകാശം തടുത്തു നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് മാറ്റണം. അവര് അഭിഷേക സ്നാനം, ആത്മാവിന്റെ സ്നാനമേറ്റു. അത് കഴിഞ്ഞ വെള്ളത്തിൽ സ്നാനമേറ്റു. സഭ വളരാൻ തുടങ്ങി. അവിടുന്ന് ഒരു സഭയല്ല, ഇന്ന് ഏകദേശം ഞാൻ പഠിപ്പിച്ച സ്ഥാപനത്തിൽ 15,000 ദൈവദാസന്മാർ. ശ്രദ്ധിച്ചോണേ, 15,000 ദൈവദാസന്മാർ ഗ്രാജുവേറ്റ് ചെയ്തു, പാസ് ഔട്ടായി. 50,000. ഓക്കെ, അത് എവിടാ തുടങ്ങിയെന്ന് അറിയാമോ? ഒരു മാവിൻ ചോട്ടിൽ. ക്ലാസ്സിന് ശേഷം സാറന്മാർക്ക് കഴിക്കാൻ ആഹാരമില്ലാത്തതുകൊണ്ട് ഒരു മാങ്ങ പറിച്ച് വിശപ്പ് തീർത്ത ഒരു ബൈബിൾ കോളേജിൽ നിന്ന് ഇന്ന് 15,000 ഗ്രാജുവേറ്റ്സ് ദൈവദാസന്മാരെ ദൈവം ഇറക്കി. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നിങ്ങൾ ബിൽഡിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട, ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ബിൽഡിംഗ് താനെ വരും. ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവേ, ഉള്ളവരുടെ മേൽ അങ്ങയുടെ ഉണർവൊന്ന് അയച്ചാൽ സ്തോത്രം. ആമേൻ. ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വരും. ഞാൻ ആ ഭാഗം വേഗത്തിൽ പറഞ്ഞ് ഇവിടെ തീർക്കാം. ആമേൻ. അവർ ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കും. പണ്ടത്തെ കാലത്ത് നമുക്ക് അടുപ്പിന്റെ കാര്യം പറയാം. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ബാർബിക്യൂ ഉണ്ടാക്കി BBQ ഉണ്ടാക്കിയിട്ടുണ്ടോ? കോള് കൊണ്ടിട്ട് നമ്മൾ കത്തിക്കും. ഓക്കെ, അപ്പൊ ഒരു കനലിൽ ഒന്ന് തീ പിടിച്ച ബാക്കി നമ്മൾ എന്തോ ചെയ്യുന്ന അറിയാമോ? അടുത്ത കനലൂടെ ചേർത്തിട്ടിട്ട് നല്ല ഫ്ലോ ചെയ്യും, ഫാൻ അടിച്ചു. സോ എന്ത് ചെയ്യും? ഈ തീ എന്ത് ചെയ്യും? നമ്മൾ പടരും. ഓക്കെ, ഇതങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫാൻ ഇല്ലേലും തീയുടെ ചൂടിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ചാവാറായ ശേഷിപ്പുകളെ നമ്മൾ എന്ത് ചെയ്യണം? ശക്തീകരിക്കണം. ഞാൻ വേഗത്തിൽ കടന്നു പോട്ടെ. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തിയും എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതുമായി കണ്ടില്ല.
നിനക്ക് പേരൊക്കെ ഉണ്ട്, പക്ഷേ നിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. സോ ആകയാൽ നീ പ്രാപിക്കുകയും ശ്രദ്ധിച്ചോ, നീ എങ്ങനെ പ്രാപിച്ചു എന്നുള്ളത് ഓർക്ക. റിമെമ്പർ. ഓക്കെ, എങ്ങനെ പ്രാപിച്ചു എന്ന് ഓർക്കുക. അപ്പൊ ഓർക്കുന്നത് വലിയൊരു പ്രാധാന്യമാ. ആമേൻ. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ ആ ഒരു ഭാഗം പറഞ്ഞു നിർത്താം. ഓക്കെ, ഐറിസ് ബിലീവേഴ്സ് സ്കൂളിൽ നിന്ന് എന്തുകൊണ്ടെന്ന് അറിയാമോ? ഒരു പേരമരം കൊണ്ടുവന്നു, ചെടി. ഇദ്ദേഹം കൊണ്ടുവരാൻ ഭയങ്കര താല്പര്യം, പക്ഷെ വെള്ളം ഒഴിക്കാൻ ഒരു താല്പര്യമില്ല. ഓക്കെ, കൊണ്ടുവച്ചു. 2-3 ആഴ്ചയായപ്പോ അതിന്റെ വളം കൊണ്ട് അത് വളർന്നു. കേരളത്തിലെ എപ്പോഴും മഴ കിട്ടും, പക്ഷെ മഴ നിന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഇതെന്ത് ചെയ്തെന്നറിയാമോ? ഉണങ്ങി, തീർന്നു. അത് കണ്ട ജെൻസിക്ക് സങ്കടം തോന്നി. ജെൻസി എന്ത് ചെയ്ത്? യോ എന്ന് പറഞ്ഞ് 2 ദിവസം വെള്ളം ഒഴിച്ചു. 3-ാമത്തെ ദിവസം ഒഴിക്കണം, പച്ച കിളിർത്ത് പിടിച്ചു വന്നു. എന്ത് സന്തോഷമാണെന്ന് കാണുമ്പോ. അത് പിന്നെയും വളർന്നു. പിന്നെ ജെൻസി മറന്നുപോയി, അത് വാടി. പിന്നെയും അയ്യോ വാടിയല്ലോ എന്ന് പറഞ്ഞ് വെള്ളം ഒഴിച്ചു, പിന്നെയും കിളിർത്തു. ഏറ്റവും അവസാനം ഒരു സ്മാരകമായിട്ട് ജെൻസി കുമ്പനാടുന്ന തൃശ്ശൂർ കൊണ്ടുവച്ചിട്ടുണ്ട്. ഉള്ളതല്ലേ? വളരട്ടെ. സി, ഒരു ചെടി വളരണമെങ്കിൽ നമ്മൾ എന്ത് ഇടണം? വെള്ളവും ഫെർട്ടിലൈസറും വേണം. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കണമെങ്കിൽ തിരുവചനവും ആത്മസാന്നിധ്യം വേണം. അങ്ങനെയെങ്കിൽ ഉണർവ് നമ്മുടെ സഭയിൽ നടക്കും. ആൾക്കാർ പിടിച്ചു കയറ്റുന്നതിൽ മറ്റൊരു ഞാൻ നന്നാവട്ടാറില്ലേ, പാസ്റ്റർ നന്നാവട്ടാറില്ല, പിന്നെ വിശ്വാസം നന്നാ മതി. എന്റെ ആരാധനയിൽ തീ കത്തട്ടെ, ബാക്കിയുള്ള പിന്നെ മതി. എന്റെ ആരാധനയിൽ അന്യഭാഷ പുറത്തു വരട്ടെ, എന്റെ ആരാധനയിൽ ദർശനം വരട്ടെ, എന്റെ ആരാധനയിൽ സൗഖ്യം വരട്ടെ, അതാ മതി. ഫസ്റ്റ് മീ. നമ്മൾ വളരെ എക്സ്പേർട്ടാ. അയ്യോ അവര് ചെയ്തില്ല, ഇവര് ചെയ്തില്ല, എന്നെ ബാക്കി ദൈവം അനുവദിക്കുന്നു. പിന്നെ എടുക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇപ്പം നമ്മുടെ റോജി ബ്രദർ പ്രാർത്ഥിക്കാം. Father, Father, Jesus, you gave us an opportunity to come here presence this evening, Lord Father. Last evening, Lord, you have helped us to come here presence, this evening also, Lord, you have helped us to come here presence, sing songs, glorify your name, Lord Father. Lord, we came in your presence with different prayer requests today evening also, Lord Father. We pray for all the church members, for all the church needs, for all the church activities, Lord Father. Thank you for hearing our prayers in the past, and we believe that He will answer all our prayers with which we have come here present this evening also, Lord Father. Thank you once again for everything. Thank you for the presence of the Holy Spirit in our midst from the time we came in, Lord Father. Thank you for helping us sit in your presence, Lord Father. Lord, thank you for talking to us, Lord Father. Lord, in this evening time, Lord, you have helped us to hear from the blessed word of God from us, Lord Father. Lord, help us not to be like church of service, Lord Father, but help us to grow in you, Lord Father. Let not us be dead, Lord Father, but help us to have that revival in us, Lord Father. Help us to have that fire in us, Lord Father. Help us to grow more in you, Lord Father. Help us to repent from all the sins which we have done, Lord Father. And Lord, let there be a unity among ourselves, Lord Father. Let there be love among us, Lord, ourselves, Lord Father. Lord, help us to grow more in you, Lord Father. Thank you for doing that, Lord Father, today's message. Let that be a blessing for everybody who has attended, Lord Father. Lord, help us to implement that word in our daily lives and be blessed, Lord Father. Lord, we pray for this church, Lord Father. Lord, in the past you have done great things for this church. Lord, we truly believe that you have placed this church in the city of Dwarka with a plan and a purpose. Let that be fulfilled, Lord Father. There are many perishing souls in and around the city, Lord Father. Help us to reach out to those people, Lord, and share the gospel. Lord, help us to win souls for you, Lord Father. Lord, we submit once again all the church members, Lord Father. Lord, you know everybody's needs. You know everybody's prayers, Lord Father. Let that be answered as a perfect will, Lord Father. Lord, we pray for all the sick people in our church. We touch your mighty healing hand on them. Amen. And heal them completely, Lord Father. Restore them to complete health, Lord Father. Help us to hear from
blessed testimony in the coming days. Amen. That you have done great things in the life, Lord Father. All those who are looking for jobs, may your resource increase, Lord Father. Whatever blessings they are looking from you, Lord Father, you will shower your heavenly blessings on them, Lord Father. Lord Father, and help them all to experience your love and grace in their lives, Lord Father. Thank you once again for everything, Lord Father. Pray for Pastor and family. You have placed them over here, Lord, through them, that many be saved, Lord Father. Help them to be a good shepherd for this congregation, Lord Father. Through them, let this church grow, Lord Father. Lord, we pray for Sister Myrna also, Lord Father. Help her to come this evening for the prayer meeting. As a family, that you have been leading them, guiding them, Lord Father. Continue to be with them, Lord Father. You know their prayers and needs. You answer them, Lord Father. Lord, she has been looking for a job in New Zealand, Lord Father. At your right time, as per your Amen. perfect will, Stop. let the right opportunity open up for her, Lord Father. Stop. Lord, we know that you have a blessed, you have a blessed plan and purpose in your life. Blessed Amen. future for her, Stop. Lord Father. At your right time, help her to see that goodness in her life, Lord Father. Lord, submitting once again, Melvin and family, your presence, Lord Father. Thank you for your presence with them, Lord Father. Lord, we pray for Sister Daisy and family also, Lord Stop. Father. This evening you have given us a good fellowship with her. Lord, thank you for your presence with her and her family this far. In the past, we have used them mightily. In the coming days also, Lord, you use them mightily for the expansion of the kingdom of God, Lord Father. Help them to win more souls for you, Lord Father. Listen, as a family, Lord Father, we heard that a great testimony, Lord Father. Lord, in the coming time, help us to hear that blessed testimony and then that be a blessing in our lives too, Lord Father. Lord, continue to use the mighty for the growth of the kingdom of God, Lord Father. Thank you once again for everything. Lord, we pray for tomorrow's worship service, Amen. Lord Father, from the beginning to the end of the worship Amen. service. Let your presence be with us, Lord Father, and the power of the Holy Spirit. Yes. Move on with us, Lord Father. Help us to have a blessed session of praise and worship. Help us to hear from blessed testimonies, blessed word of God, Lord Father. Lord, you be with each and every church members, Lord Father. Lord, you give everybody the opportunity to come for the worship service tomorrow, Lord Father. Let not any situations come where people are not able to come for the worship service, Lord Father. You enable everybody, give each and everybody the strength and the grace to come for the service, Lord Father. Thank you once again for everything. Just now we are going back home. You will be with us on our way back home, Lord Father, until we meet next time. That your heavenly presence be with all of us, Lord Father. Thank you for your grace, thank you for your mercy, Lord Father. Submitting once again all our prayers, that your perfect will be done, let your grace be with us, Lord. Giving all glory and praise to Lord Father in Jesus' most precious name. Amen. Amen.